അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബറാ ഇബ്ൻ മഅറൂർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചത്. ബറാഇന്റെ മകൻ ബിശ്ർ ബിൻ ബറാ എന്ന സഹാബിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബറാ ഇബ്ൻ മഅറൂറിന്റെ മരണവാർത്തയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സലീമയിൽ എത്തുകയും അവരോട് ഒരു നേതാവ് ആരാണ്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ നേതാവ് എന്ന് അറിയാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ജാദ് ബിൻ ഖൈസ് എന്ന വ്യക്തി ഉണ്ട്, പക്ഷേ അദ്ദേഹം ഒരു പിശുക്കനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിലും മോശപ്പെട്ട ഒരു കാര്യം വേറെ എന്താ ഉള്ളത്? നിങ്ങളുടെ നേതാവ് ഇന്ന് മുതൽ ബിശ്ർ ബിൻ ബറാ ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിക്കുന്നു. ബിശ്ർ ബിൻ ബറാഇനെ മുആഖയിലൂടെ റസൂൽ മദീനയിലേക്ക് ഹിജറ വരുമ്പോൾ ഒരു സഹോദരനെ സ്വീകരിക്കണമായിരുന്നു അൻസാരികളിൽ നിന്ന്, മുഹാജിറുകളിൽ നിന്ന്. ആ മുഹാജിറായ വ്യക്തി വാഖിദ് ബിൻ അബ്ദുള്ള എന്ന സഹാബിയായിരുന്നു. ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ പേര് ഖുബൈസും മകളുടെ പേര് ആലിയ എന്നുകൂടിയായിരുന്നു. അപ്പോൾ ബിശ്ർ ബിൻ ബറാഇനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജൂതഗോത്രവുമായി നല്ല ബന്ധമാണ്. അപ്പോൾ ആ ജൂതഗോത്രത്തിലുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പ് പല കാര്യങ്ങളും അവരോട് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിശ്ർ ബിൻ ബറാഉം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവർ ജൂത ഗോത്രത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഔസിനും ഖസ്റജിനും എതിരെ പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു, നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കുകളാണ് എന്ന് വിളിക്കുമായിരുന്നു, നിങ്ങൾ പറയുമായിരുന്നു ഒരു പ്രവാചകൻ വരും എന്നുള്ളത്. ഇപ്പോൾ പ്രവാചകൻ വരികയും ഈ കാര്യങ്ങൾ വെളിവാകുകയും ചെയ്തപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ വീണ്ടും തരികയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ജൂതഗോത്രത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞത്, ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഈ വന്ന വ്യക്തിക്ക് ഞങ്ങൾ അറിയുന്ന പ്രവാചകന്റെ യാതൊരുവിധ അടയാളവും ഇല്ല എന്ന് ജൂതന്മാർ പറയുമായിരുന്നു. അന്നും ഇന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ച നുണയാണ് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോഴും കാണാൻ പറ്റും. വർത്തമാനകാലവും അതിൽ നിന്ന് വിപരീതമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമായിരുന്നു. എന്നിട്ടും അവർ ഇതുപോലെ ഔട്ട്റൈറ്റ് ആയിട്ട് അവരെ റിജക്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ അന്ന് ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഒരു സലാം ഇബ്നു മഷ്കം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ജൂതനായ വ്യക്തിയോടായിരുന്നു അവർ സംസാരിച്ചിരുന്നതും ആ വ്യക്തി പിന്നീട് കൊല്ലപ്പെടുന്നുണ്ട് മുസ്ലിങ്ങളുമായി യുദ്ധത്തിൽ എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. ഉഹുദ് യുദ്ധത്തിന്റെ ഇടയിൽ സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി ആമനത്തൻ നുആസ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു പ്രത്യേക സക്കീനത്ത് അയക്കുകയും ആ സക്കീനത്തിൽ സഹാബത്ത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഉറങ്ങിപ്പോകുന്ന അവസ്ഥ വരെ വരുന്നതായിട്ട് ബിശ്ർ ബിൻ ബറാ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിശ്ർ ബിൻ ബറാഇന്റെ കയ്യിൽ നിന്ന് ആ വാള് നിലത്ത് വീഴുകയും അദ്ദേഹം അത് വീണ്ടും എടുത്തുകൊണ്ട് യുദ്ധം തുടർന്നു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാഖിദ് ബിൻ അബ്ദുള്ള എന്ന അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഈ പറഞ്ഞ ഒരു ജൂതഗോത്രത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ, അംർ ബിൻ ഹദ്റമി എന്ന് പറയുന്ന വ്യക്തിയെ കൊല ചെയ്യുന്നതും ആ വാഖിദ് ബിൻ അബ്ദുള്ള ഈ വലിയൊരു തെറ്റാണ് ചെയ്തത്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മൊത്തം ഒരു ശാപം ഏൽക്കാൻ പോകുന്നു എന്ന് ജൂതഗോത്രന്മാർ പ്രചരിപ്പിച്ച ചരിത്രമൊക്കെ കാണാൻ പറ്റും. പക്ഷെ വാഖിദ് ഉമർ ഖത്താബിന്റെ കാലഘട്ടം വരെ ജീവിച്ചിരിക്കുന്നുണ്ട്. ബിശ്ർ ബിൻ ബറാഇന്റെ മരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച. ഇപ്പോൾ സല്ലാം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ സൈനബ് എന്ന സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആടിന്റെ മാംസത്തിൽ വിഷം കലക്കി കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ മാംസം കഴിച്ച ഏക സഹാബി ബിശ്റായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാംസം വായിൽ വെച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഹി ലഭിക്കുകയും അദ്ദേഹം സഹാബത്തെ തടയുകയും ചെയ്തു. പക്ഷെ ബിശ്ർ ബിൻ ബറാ ഒരു അദബിന്റെ പേരിൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിച്ചതിന്റെ പേരിൽ റസൂൽ അത് പുറത്തേക്ക് തുപ്പാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം അത് ഇറക്കുകയും അദ്ദേഹത്തിന് അതിന്റെ പേരിൽ അസുഖം വരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്ത്രീയെ വിളിപ്പിക്കുകയും ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത്, എൻ്റെ ഉപ്പയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഭർത്താവും ഈ ഖൈബർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. നിങ്ങൾ ഒരു കള്ളപ്രവാചകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊല്ലപ്പെടുകയില്ലായിരുന്നു എന്ന് എനിക്കറിയാം. ഇനി നിങ്ങൾ ഒരു കള്ളപ്രവാചകനാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിൽ കൊല്ലപ്പെടുകയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിഷം തന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെറുതെ വിടും. പക്ഷേ ബിശ്റിന്റെ തൊലിയിൽ പച്ച നിറം വരികയും അദ്ദേഹം പാരലൈസ്ഡ് ആയി ഒടുവിൽ അതിന്റെ ആ വിഷത്തിന്റെ എഫക്റ്റ് കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടതായും ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന് ഷഹീദിന്റെ ഒരു സ്റ്റേറ്റസ് ലഭിക്കാൻ വേണ്ടി സംഭവിച്ച ഒരു ഹിക്മത്താണ് എന്നുള്ളത് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ബിശ്ർ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ബിശ്ർ എന്നുള്ളത് ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്ക് വളരെയധികം വിഷമം വരികയും ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, മരണപ്പെട്ടുപോയ ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ അവരുടെ ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടാറുണ്ടോ, അവർ ചർച്ച ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുഹദാക്കളുടെ ആത്മാക്കൾ
ഒരു പച്ച നിറത്തിലുള്ള പക്ഷിയുടെ രൂപത്തിൽ സ്വർഗത്തിൽ പറന്നു നടക്കുകയും അവർ പരസ്പരം തമ്മിൽ അറിയുകയും ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മു ബിശ്ർ റളിയല്ലാഹു അൻഹ ബനു സലീമ ഗോത്രത്തിൽപ്പെട്ട ആര് മരണപ്പെടുന്ന വാർത്ത കേട്ടാലും അവരോട് പോയി പറയാറുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ മകനോട് സലാം പറയണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സഹാബത്തിന്റെ കൂട്ടത്തിൽ നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني